നിങ്ങൾ എന്ത് വൃത്തികേടാണ് പറയുന്നത്? നിങ്ങൾ എന്ത് വൃത്തികേടാണ് പറയുന്നത്? നിങ്ങൾ കൈരളിയുടെ നിങ്ങൾ ദേശാഭിമാനി റിപ്പോർട്ടർ അല്ല. നിങ്ങൾ പറയുന്നേക്ക് എത്ര സമയം സംഘടന തുടങ്ങിയിട്ട്? കുറച്ചു നേരമായി. ഓ, ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി. നിങ്ങൾ പോയിട്ട് AKG സെന്ററിൽ പോയി പറയണം. AKG സെന്ററിൽ പോയിരുന്ന് വായിക്കുക നിങ്ങൾ വേണ്ടത്. VD സതീശന്റെ അച്ഛന്റെ പേര് വടശ്ശേരി ദാമോദര മേനോൻ എന്നാണെങ്കിൽ പിന്നെ അത് മാറ്റാൻ പറ്റുമോ? അതിന് പകരം സ്വന്തം ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. നിങ്ങൾ എന്തിനാണ് സത്യവിരുദ്ധമായ മാധ്യമപ്രവർത്തനം നടത്തുന്നത്? നാളെ നിങ്ങൾക്ക് ഒരു സർക്കാർ അധികാരത്തിലേക്ക് വന്നിട്ട് 10 ദിവസമായിട്ടില്ല. അതിനു മുമ്പ് CPM-ന്റെ ടെൻഡർ ഏറ്റെടുക്കണോ? എനിക്ക് ചൊറിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ പശ്ചാത്തലം CPM-ന്റെ രാഷ്ട്രീയം പറയുന്ന പശ്ചാത്തലമാണ്. നിങ്ങൾ CPM-ന്റെ ജാതി പറയുന്ന പശ്ചാത്തലമല്ല സാർ, എനിക്ക് അഭിമാനമുണ്ട്. നിങ്ങൾ ഇന്ന് ജാതി പറയുന്ന പശ്ചാത്തലമല്ല എന്റേത്. എന്താടോ കാര്യം? വാട്ട് ഈസ് ദ റീസൺ? ശ്രീ രാജു പി നായർ, കേന്ദ്ര ഏജൻസികൾ രജിസ്റ്റർ ചെയ്തൊരു കേസാണ് എന്ന് പഠിച്ചു പറയാനായിരുന്നു ഈ 12 തവണ ചോദിച്ചിട്ടും മുഖ്യമന്ത്രി മൗനം തുടർന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, എപ്പോൾ മറുപടി പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശമുണ്ട് തനിക്ക് എന്ന് അടിവരയിടുന്ന മുഖ്യമന്ത്രി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ കാണുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും കണ്ടു സമാനമായ കാഴ്ച. മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന മുഖ്യമന്ത്രിമാർക്കും ഇതേ നയങ്ങളുണ്ടായിരുന്നു, നിലപാടുകളുണ്ടായിരുന്നു. അന്ന് ഇതിനെയൊക്കെ വിമർശിച്ചവരായിരുന്നില്ലേ ശ്രീ രാജു പി നായർ? അധികാരത്തിലെത്തി 2 ആഴ്ച തികയുന്നതിന് മുൻപേ നയം മാറുകയാണോ മുഖ്യമന്ത്രിയുടെ? നിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അഷിത ഇപ്പോ നിലപാടില്ലായ്മയുടെ ആൾ രൂപം എന്ന് വിശേഷിപ്പിച്ച ആളെയുണ്ടല്ലോ, ആ ആളെ കഴിഞ്ഞ കുറെ വർഷങ്ങൾ അഷിത മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥലങ്ങളിലെല്ലാം നിലപാടിന്റെ ആൾ രൂപമായിട്ട് അങ്ങ് വിശേഷിപ്പിച്ചിരുന്ന ആളെ 35 സീറ്റിൽ മൂലക്കിരുത്തിയിട്ട് ജനം കൊണ്ടുവന്ന ആളാണ് ഇദ്ദേഹം. അത് നിലപാടിൻ്റെയും ആശയവ്യക്തതയുടെയും പരിപാടികളുടെയും എല്ലാം പിൻബലത്തിലാണ് അദ്ദേഹം 102 സീറ്റ് ജയിച്ചു വന്നത്. അതുകൊണ്ട് ആഷിത ആലോചിക്കേണ്ടതാണ്. കുറേ നാളങ്ങ് നിലപാടിൻ്റെ ആൾ രൂപം എന്ന് വിശേഷിപ്പിച്ച ആളുണ്ടല്ലോ, ആ ആളാണ് ഇന്നലെ ആ വീട്ടിലിരുന്നത് റെയ്ഡ് നടക്കുമ്പോൾ. മനസ്സിലായില്ലേ? നിലപാടില്ലായ്മ എന്ന് ഞാൻ വിശേഷിപ്പിച്ചത് ഇപ്പോൾ താങ്കൾ അത് എടുത്തു പറഞ്ഞല്ലോ, അത് അടിവരയിട്ടത് ആ ഡൽഹിയിലെ കേസുമായി ബന്ധപ്പെട്ടാണ്. ഒന്ന് അല്ല, അതിൽ വ്യക്തത വരുത്തിപ്പോണമെങ്കില്ല. താങ്കൾ അത് വ്യക്തിപരമായി ആക്ഷേപിച്ചതാണ്. മുൻപ് ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ പേരടക്കം അതിൽ താങ്കൾ വലിച്ചിഴച്ചതാണ്. നോക്കൂ, അങ്ങനെയാണെങ്കിൽ താങ്കൾ തന്നെ അതിൽ ക്ലാരിറ്റി വരുത്തണം. ഞാൻ മുൻപ് ജോലി ചെയ്ത സ്ഥാപനം, താങ്കൾ പേര് പറഞ്ഞില്ല, പേര് പറയേണ്ടതില്ലല്ലോ. ചൂണ്ടിക്കാണിച്ചിട്ട് പേര് പറഞ്ഞില്ല എന്ന് പറഞ്ഞു പോയാൽ എങ്ങനെയാണ് ശരിയാകുന്നത്? മറുപടി ഉണ്ടെങ്കിൽ മറുപടി പറയൂ ശ്രീ രാജു പി നായർ. നോക്കൂ, എന്തിനു കുറ്റബോധം? എന്തിനു കുറ്റബോധം? അല്ല, എന്തിനു കുറ്റബോധം? എന്തിനാണ് കുറ്റബോധം? എന്തിനാണ് കുറ്റബോധം? ഞാൻ ഡയറക്റ്റ് ചോദ്യമാണ് ചോദിച്ചത്. താങ്കൾക്ക് അതിൽ മറുപടി ഉണ്ടെങ്കിൽ പറയാം. ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. നിലപാടില്ലായ്മ എന്ന് വിശേഷിപ്പിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? മുഖ്യമന്ത്രിയായ ശേഷമുള്ള ആദ്യത്തെ വാർത്താ സമ്മേളനത്തിലടക്കം നിങ്ങൾ എന്ത് വേണമെങ്കിലും ചോദിച്ചോളൂ, എപ്പോൾ വേണമെങ്കിലും ചോദിച്ചോളൂ, എങ്ങനെ വേണമെങ്കിലും ചോദിച്ചോളൂ. ഇത്രമാത്രം സംയമനത്തോടുകൂടി ക്ഷമയോടുകൂടി മറുപടി പറയുന്ന മറ്റൊരാളുണ്ടോ എന്ന് ചോദിച്ച വ്യക്തിയാണ്. 12 തവണ ചോദിച്ചു കഴിഞ്ഞ 2 ദിവസങ്ങളിലായി, മറുപടിയില്ല. ഇന്ന് അദ്ദേഹം വിശദീകരിക്കുകയാണ് എപ്പോൾ മറുപടി പറയണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണെന്ന്. ഏറ്റവും അവസാനം ഒരു മാധ്യമപ്രവർത്തക ചോദ്യം ആവർത്തിക്കുമ്പോൾ ഡെസ്കിലടിച്ച് എഴുന്നേറ്റ് പോകുന്നു. നിലപാടില്ലായ്മ. ഇനി രണ്ടാമത്തെ കാര്യം, ഞാൻ നിലപാടില്ലായ്മയുടെ ആൾ രൂപം എന്ന് വിശേഷിപ്പിച്ചത് VD സതീശന് മാത്രമല്ല കേട്ടോ. ഡൽഹി മദ്യനയ കേസിലടക്കം കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിനെ കുറിച്ചാണ്. അതാണ് നിലപാടില്ലായ്മയുടെ ആൾ രൂപം എന്ന് ഞാൻ വിശേഷിപ്പിക്കാൻ കാരണം. എന്തായിരുന്നു ഉണ്ടായതെന്ന് താങ്കൾക്ക് അറിയാമല്ലോ അല്ലേ? നിങ്ങൾ നേരത്തെ കഴിഞ്ഞ 10 വർഷം നിങ്ങൾക്ക് സെക്രട്ടേറിയറ്റിനകത്ത് കയറാൻ അവകാശമില്ലായിരുന്നല്ലോ. നിങ്ങൾക്ക് 10 വർഷം ക്യാബിനറ്റ് ബ്രീഫിംഗ് ഇല്ലായിരുന്നല്ലോ. അപ്പോൾ ഒരു മുഖ്യമന്ത്രി ഒരു മാറ്റമെന്ന രീതിക്ക് ക്യാബിനറ്റ് ബ്രീഫിംഗ് തിരിച്ചുകൊണ്ടിരുന്നു. ആ ക്യാബിനറ്റ് ബ്രീഫിംഗിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം പറയുന്നു. പക്ഷെ ചില ആൾക്കാർ അത് വീണ്ടും വീണ്ടും അത് എത്തരത്തിൽ അറിയാലോ, സാധാരണ ശ്രീ VD സതീശന്റെ ചർച്ചകൾക്ക് പത്രസമ്മേളനങ്ങൾക്ക് വിടുന്ന ഒരു സ്ഥാപനം തന്നെ ഏകദേശം 5 പേരെ വിട്ട് ചോദ്യം ചോദിക്കുന്ന രീതിയുണ്ട്. അതൊക്കെ ചിലപ്പോൾ ചില കാര്യങ്ങൾ ഞങ്ങൾക്ക് പ്രതികരിക്കേണ്ടതായിട്ട് വരും. ഈ പറഞ്ഞതിന് വേറൊരു അർത്ഥമില്ലേ? പക്ഷേ നേരായ ചോദ്യം ചോദിക്കുന്ന പ്രവർത്തകർക്ക് അല്ലെങ്കിൽ പത്രപ്രവർത്തകർക്ക് അത് പറയേണ്ട സമയത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഈ രണ്ട് ഞങ്ങൾക്ക് നിലപാടിന്റെ തന്നെ ഇതുണ്ട്. ശ്രീ രാജു പി നായർ, ഇപ്പോൾ വാർത്താ സമ്മേളനത്തിൽ ഉയർന്ന ആ ചോദ്യമടക്കം ശ്രീ രാജു പി നായർ അതിൽ വളരെ വ്യക്തതയോടുകൂടി ഞാൻ ഒരിക്കൽ കൂടി താങ്കളോട് പറയട്ടെ. കേന്ദ്ര ഏജൻസികൾ ഉപയോഗിച്ചുള്ള സംഘപരിവാറിന്റെ നയം, BJP-യുടെ നയം, ആ നയത്തെ കുറിച്ചുള്ളതായിരുന്നു ശ്രീ രാജു പി നായർ ചോദ്യം. ആ ചോദ്യത്തിനോട് എന്തിനാണ് അസ്വസ്ഥത? അതിലൂടെ നയമല്ലേ ഉണ്ടാകേണ്ടത്, ഒരു നിലപാടല്ലേ ഉണ്ടാകേണ്ടത്? ഉത്തരം പറ. ആ കേസിൽ 12-ാം പ്രതിയായിരിക്കുന്ന വീണ വിജയനെ ചോദ്യം ചെയ്യുന്നതിൽ ഞങ്ങൾക്കെതിരെ ആശങ്ക. ഞങ്ങൾ എന്തിനാ നയം പറയണത്? 2 ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടുള്ള 2 പ്രതികളുടെ വീടുകൾ റെയ്ഡ് ചെയ്യുന്നതിന് ഞങ്ങൾക്ക് കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്തിനാ അഭിപ്രായം പറയുന്നത്? ഒരാവശ്യമില്ല. ഇന്നലെ മിഞ്ഞാന്ന് പിണറായി വിജയൻ അവിടെ ഇല്ലായിരുന്നെങ്കിലും ആ റെയ്ഡ് നടക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാ പറയണമെന്നില്ല, കാര്യം നമുക്ക് മനസ്സിലായി. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞങ്ങളുടെ നയം ഇപ്പൊ ഞാൻ ചോദിക്കാവുന്നൂടി. ഈ കേസിൽപ്പെട്ട വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്ക് കൊടുത്തിരിക്കുന്ന ഡയറക്ടറുടെ പോസ്റ്റിൽ അവരുടെ ഔദ്യോഗിക അഡ്രസ് AKG സെന്റർ ആയിരുന്നു. ഇല്ലേ? വീണ വിജയൻ AKG സെന്ററിന്റെ അഡ്രസ് വെച്ചുകൊണ്ടാണ് ഈ കള്ള കമ്പനി ഉണ്ടാക്കിയത്. ED മിനിഞ്ഞാന്ന് റെയ്ഡ് നടത്തിയപ്പോ AKG സെന്റർ റെയ്ഡ് ചെയ്യാഞ്ഞത് നരേന്ദ്രമോദി പിണറായി വിജയൻ കൊടുക്കുന്ന പ്രത്യേക പരിലാളനയാണ്.
അതല്ലെങ്കിൽ ആ കമ്പനിയുടെ ഡയറക്ടറിന്റെ ഒഫീഷ്യൽ അഡ്രസ്സിലല്ലേ ആദ്യം റെയ്ഡ് നടക്കേണ്ടത്? ശരി, ഇതൊരു നടക്ക് പോണ മാതിരില്ല. അപ്പോൾ കാര്യമായ ചോദ്യങ്ങളിലേക്ക് ഇന്ന് ആ വാർത്താ സമ്മേളനം കടക്കുമ്പോഴാണ് മുഖ്യമന്ത്രി അസ്വസ്ഥത പ്രകടിപ്പിക്കാൻ തുടങ്ങിയത്. ശ്രീ രാജു പി നായർ, ആ വാർത്താ സമ്മേളനം നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. ആദ്യഘട്ടത്തിൽ അദ്ദേഹം തമാശയൊക്കെയായി പറഞ്ഞതുപോലെ ഞാൻ മോദിയെ കണ്ടു, റെയ്ഡിന്റെ കാര്യം പറഞ്ഞു, അപ്പോൾ ഒരിടത്തല്ല 12 ഇടത്ത് വേണമെന്ന് പറഞ്ഞു. ആദ്യം അദ്ദേഹം അങ്ങനെ തന്നെയാണ് സംസാരിക്കുന്നത്. പക്ഷേ പിന്നീട് അങ്ങോട്ട് പോകുമ്പോഴാണ് അസ്വസ്ഥനാകുന്നത്. ഏറ്റവും ഒടുവിൽ ഒരു ചോദ്യം ഉണ്ടാകുമ്പോഴാണ് ഡെസ്കിൽ അടിച്ച് എഴുന്നേറ്റ് പോകുന്നത്. അപ്പോൾ എന്തുകൊണ്ട് അതിനൊരു മാറ്റം എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരുന്നത് തന്നെ ശ്രീ രാജു പി നായർ. മുൻപിതായിരുന്നില്ല അദ്ദേഹം പറഞ്ഞത് എന്നതുകൊണ്ടാണ്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. അത് യാഥാർത്ഥ്യമല്ല. ഇപ്പോൾ പിണറായി വിജയൻ നിരന്തരം കടക്കുപുറത്ത് പോലുള്ള പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള ആളാണ്. മുൻപിതല്ലല്ലോ പറഞ്ഞതെന്ന് ഒരിക്കലും ചോദിക്കേണ്ടി വരില്ല. കാരണം അദ്ദേഹത്തിന്റെ നിലപാട് അത് തന്നെയാണ് ആദ്യ അവസാനം. പക്ഷെ ഇവിടെ എന്താണ്, അങ്ങനെ ആയിരുന്നില്ല, അങ്ങനെ ആകില്ല എന്ന് പറഞ്ഞ ആളാണ്. അങ്ങനെ ആയിരുന്ന പിണറായി വിജയനെ ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലും വിമർശിച്ച മുഖ്യമന്ത്രിയാണ്. ഇപ്പൊ കിട്ടൂടാ, ഇപ്പൊ കിട്ടും. ഈ 24 ന്യൂസിന്റെ ഇതിനകത്ത് അങ്ങയുടെ ഇൻട്രോയും വെച്ചുകൊണ്ട് അതിനകത്ത് ഇട്ടിരിക്കുന്ന ഹെഡ്ലൈൻ കൂടെ അയക്കാം. ജാതിവാൽ പറഞ്ഞു എന്നുള്ളതാണ്. അതുപോലെ തന്നെ പെൻഷൻ നൽകിയില്ല. അങ്ങയുടെ നിലപാടാണോ ആ പറഞ്ഞത്? അങ്ങ് പറഞ്ഞ ഇൻട്രോ അങ്ങയുടെ നിലപാടായിരിക്കുമല്ലോ. അപ്പൊ അങ്ങയുടെ നിലപാട് എനിക്കൊന്ന് അറിയാൻ താല്പര്യമുണ്ട്. വ്യക്തമായില്ല. വി ഡി സതീശൻ അദ്ദേഹത്തിന്റെ അച്ഛന്റെ മുഴുവൻ പേരും പറഞ്ഞതിൽ ജാതിവാലുണ്ടെങ്കിൽ EM ശങ്കരൻ നമ്പൂതിരിപ്പാട് ജാതീയവാദിയാണെന്ന് അങ്ങ് സമ്മതിക്കുമോ? ശ്രീ രാജു പി നായർ, ഈ ഞാൻ ചോദിക്കട്ടെ ശ്രീ രാജു പി നായർ, ജാതീയവാദിയായിരുന്നു എന്ന് സമ്മതിക്കുമോ? ഞാനൊരു കാര്യം പറയാം ശ്രീ രാജു പി നായർ. നോക്കൂ, ആ സത്യപ്രതിജ്ഞാ ദിവസമാണ് വി ഡി സതീശന്റെ അച്ഛന്റെ പേര് മേനോനാണെന്നുള്ളതും ആ ജാതിവാലും ഞാൻ കേൾക്കുന്നത്. അങ്ങനെ പൊതുസമൂഹത്തെ ആ ജാതിവാൽ അറിയിക്കേണ്ട ആവശ്യം എന്തായിരുന്നു? മുൻപ് എവിടെ പോയി അദ്ദേഹത്തിന് ആ സ്നേഹം? നിങ്ങൾ അതിര് കിടക്കുന്നു. നിങ്ങൾ എന്ത് വൃത്തികേടാണ് പറയുന്നത്? നിങ്ങൾ എന്ത് വൃത്തികേടാണ് പറയുന്നത്? നിങ്ങൾ ദേശാഭിമാനി റിപ്പോർട്ടർ അല്ല. നിങ്ങൾ പറയുന്നേക്ക് നിങ്ങൾ പോയിട്ട് AKG സെന്ററിൽ പോയി പറയണം. AKG സെന്ററിൽ പോയിരുന്ന് വായിക്കുക നിങ്ങൾ വേണ്ടത്. വി ഡി സതീശന്റെ അച്ഛന്റെ പേര് വടശ്ശേരി ദാമോദര മേനോൻ എന്നാണെങ്കിൽ പിന്നെ അത് മാറ്റാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നേക്ക്. ഇത് വടി കൊടുത്ത് അടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു. സ്വന്തം പേരിൽ ജാതിവാല് കൊണ്ട് നടന്ന EK നായനാരും EN ശങ്കരനമ്പൂതിരിപ്പാടും രാമചന്ദ്രപിള്ളയും C അച്യുതാനന്ദനും ജാതിവാദികളാണെന്ന് നിങ്ങൾ നിലപാടുണ്ടോ? അയ്യോ അങ്ങനെ പറഞ്ഞൂടാ, പിന്നെ ഞാൻ എന്തിനു വന്ന? രണ്ടാമത്, നിങ്ങൾ പെൻഷൻ കൊടുത്തില്ല എന്ന് പറയുന്നു. പെൻഷൻ 25-ാം തീയതി മുമ്പ് കൊടുക്കാനുള്ള പണം ഉൾപ്പെടെ ട്രാൻസ്ഫർ ചെയ്ത DBT ഉള്ളവർക്ക് പെൻഷൻ ലഭിച്ചു നിങ്ങൾക്ക് അറിയാത്തതാണോ? നിങ്ങൾ എന്തിനാണ് സത്യവിരുദ്ധമായ മാധ്യമപ്രവർത്തനം നടത്തുന്നത്? നാണമില്ല നിങ്ങൾക്ക്? ഒരു സർക്കാർ അധികാരത്തിലേക്ക് വന്നിട്ട് 10 ദിവസമായിട്ടില്ല. അതിനു മുമ്പ് CPM-ന്റെ ടെൻഡർ ഏറ്റെടുക്കാണോ? പെൻഷനുമായി ബന്ധപ്പെട്ട് നിറമരുതൂർ സർവീസ് സഹകരണ ബാങ്ക് ഈ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയിട്ടുണ്ട്. ഞാനത് വായിക്കാൻ താങ്കൾ അനുവദിക്കുമോ? എന്നിട്ട് നിങ്ങളുടെ പശ്ചാത്തലം CPM-ന്റെ രാഷ്ട്രീയം പറയുന്ന പശ്ചാത്തലമാണ്. നിങ്ങൾ CPM-ന്റെ ജാതി പറയുന്ന പശ്ചാത്തലമല്ല സാർ, എനിക്ക് അഭിമാനമുണ്ട്. നിങ്ങൾ ഇന്ന് ജാതി പറയുന്ന പശ്ചാത്തലമല്ല എന്റേത്. അത് നീ എന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് കുത്തിയതല്ലേ? അല്ല, ഡയറക്റ്റ് ആയിട്ട് കുത്തിയതാ. ട്രഷറിയിൽ പണമില്ലാത്തതിനാൽ നാമമാത്രമായ ബാങ്കുകൾക്ക് മാത്രമേ തുക ലഭിച്ചുള്ളൂ. ട്രഷറിയിൽ പണമില്ലാത്തതിനാൽ അവരുടെ വിശദീകരണമാണ് സാർ, ഞാൻ പറഞ്ഞതല്ല. നിങ്ങൾ നോക്കൂ, സർക്കാരിന്റെ ഉത്തരവ് നോക്കൂ. സർക്കാരിന്റെ ഉത്തരവ് തീർന്നോ? സർക്കാരിന്റെ ഉത്തരവ് നോക്കി 25-ാം തീയതി കള്ളത്തരം പറയരുത് അശ്വത. CPM-ന്റെ പണിയെടുക്കരുത്. CPM-ന്റെ പണിയെടുക്കരുത്. നിങ്ങൾ ഒരുപക്ഷെ നേരത്തെ CPM-ന്റെ മാധ്യമപ്രവർത്തനം നടന്നപ്പോൾ ചെയ്യാമായിരുന്നു, കൈരളിയിൽ ഇരിക്കുമ്പോൾ ചെയ്യാമായിരുന്നു. അതല്ലാതെ നിഷ്പക്ഷത പറഞ്ഞുകൊണ്ട് നിങ്ങൾ CPM-ന്റെ പണിയെടുക്കരുത്. ഞാൻ എന്ത് ചെയ്യണമെന്നുള്ളത് താങ്കളല്ലോ തീരുമാനിക്കുന്നത്. താങ്കൾ മറുപടി പറയൂ. നിങ്ങൾ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാണ് നടത്തുന്നതെന്നുള്ള പേരിൽ CPM-ന്റെ പണിയെടുക്കുമ്പോൾ നിങ്ങൾ CPM കാര്യമാണെന്ന് പറയാനുള്ള ബാധ്യത എനിക്കുണ്ട്. സർക്കാരിന്റെ റോൾ തീർന്നോ എന്നും ബാങ്ക് ചെക്ക് കൊടുക്കുമ്പോൾ അതിന് ട്രഷറിയിൽ പണം വേണ്ടേ എന്ന് ചോദിക്കുന്നതും CPM-ന്റെ മാധ്യമ പ്രവർത്തനമാണോ നിഷ്പക്ഷ മാധ്യമ പ്രവർത്തനമാണോ? ട്രഷറിയിൽ പണമില്ലെന്ന് പറഞ്ഞത് ബാങ്കാണ്, ഞാനല്ല. അടിപൊളി. നിങ്ങളുടെ പാർട്ടി പ്രവർത്തക നേതാക്കന്മാരിയ്ക്കുന്ന സഹകരണ ബാങ്കുകളുടെ പത്രക്കുറിപ്പല്ല മറ്റുള്ളവർക്ക് പെൻഷൻ ലഭിക്കേണ്ടവർക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, ഞങ്ങൾ BJP CPM തമ്മിൽ ഡീൽ ആരോപിച്ചിട്ടുണ്ട്. എപ്പോഴാ? നിർമ്മല സീതാരാമനുമായിട്ട് ഗവർണറെയും കൂട്ടി ചർച്ച നടത്തി. അസ്മിനൊക്കെ പറയാവോ ഇന്ന് ഒരു 2 വർഷമാകുമ്പോ എന്ത് വിഷയമാണ് നിർമ്മല സീതാരാമനുമായിട്ട് സംസാരിച്ചത് എന്ന് പറയാവോ? പറയാൻ സാധിക്കുമോ? ആകെ കൂടി അറിയാവുന്ന പുട്ടും കടലയും കഴിച്ചു എന്നാണ്, ഇല്ലേ? മറ്റെന്തെങ്കിലും അറിയാവോ? ഇത് കേക്ക്. എന്തോ അലമ്പുണ്ടാക്കാൻ വന്നിരിക്കുക. ഇന്ന് വളരെ
കൃത്യമായിട്ട് അതിനകത്ത് പല പ്രാവശ്യം ആൾക്കാർ ചോദിച്ചു. അതിനെ സംബന്ധിച്ച് എല്ലാം മറുപടി പറഞ്ഞു. ഏറ്റവും അവസാനം ഇംഗ്ലീഷിലുള്ള മറുപടി കഴിഞ്ഞ ശേഷം നിങ്ങളിൽപ്പെട്ട ഒരാൾ വീണ്ടും ആ ചോദ്യം ചോദിച്ചു. നിങ്ങൾ എന്ന് പറയുന്നത് ആരാണ് ശ്രീ രാജു പി നായർ? നിങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? നിങ്ങൾ എന്ന് പറയുന്നത് ആരാണ്? ഈ പറയുന്ന മുഖ്യമന്ത്രിയല്ലേ? അങ്ങനെ ആരൊക്കെയോ മുൻ മുഖ്യമന്ത്രി അപമാനിച്ചു എന്ന് പറഞ്ഞ അതിനെതിരെ രോഷം കൊണ്ട ആളല്ലേ ഇന്നത്തെ മുഖ്യമന്ത്രി? അതുമായിട്ട് എനിക്ക് കിട്ടുന്നു വെച്ചതാണല്ലോ. അസ്മിതയുടെ പാർട്ടിയിൽപ്പെട്ട ആള് ഇതേപോലെ വീണ്ടും പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ചോദ്യം ചോദിച്ചു. എന്താണ് ശ്രീ രാജു പി നായർ? ചോദ്യം ചോദിക്കുന്നവരെ ഏതെങ്കിലും ഒക്കെ ചാപ്പി അങ്ങ് കുത്തിയാൽ കാര്യം കഴിഞ്ഞല്ലോ അല്ലേ? അങ്ങനെയാണെങ്കിൽ എന്തിനാണ് നിങ്ങൾ പിണറായി വിജയനെ വിമർശിച്ചത്? ഉത്തരം മുട്ടിച്ചോളഞ്ഞല്ലോ. പ്രതിപക്ഷ നേതാവായിരിക്കുന്ന വി ഡി സതീശൻ പത്രസമ്മേളനം നടക്കുന്ന സമയത്ത് കൈരളിയുടെയും ദേശാഭിമാനിയുടെയും 5 റിപ്പോർട്ടർമാർ വന്ന് പലപ്പോഴായി ചോദ്യം ചോദിക്കുമ്പോൾ പറഞ്ഞിട്ടില്ലേ, നിങ്ങൾ ഒരു അജണ്ട വെച്ച് വരികയാണ്, നിങ്ങളുടെ പണി കയ്യിൽ വെച്ചവൻ അദ്ദേഹം പറ്റില്ല. അന്ന് നിങ്ങൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അഹങ്കാരിയാണെന്നുള്ള വാർത്ത ചെയ്തല്ലോ കൈരളിയിൽ, ഇല്ലേ? അതേ നിലപാട് തന്നെ ഇപ്പോഴും ഉള്ളൂ. എന്താ എന്റെ ഉദ്ദേശം? വസീഫ് ചോദിക്കുകയാണ്, ഈ വീണാ വിജയന്റെ വീട്ടിലേക്ക് എന്തിനാ ധർമ്മടത്ത് റെയ്ഡ് നടത്തിയത്? വസീഫെ, കെ ബാബു മന്ത്രിയായിരിക്കുമ്പോൾ ഒരു അനധികൃത സ്വത്ത് സമ്പാദന കേസുണ്ടായി. അതിന് നിങ്ങളുടെ വിജിലൻസ്, പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ വിജിലൻസ് റെയ്ഡ് നടത്തി. എവിടെയൊക്കെയാണ് നടത്തിയത്? കെ ബാബുവിന്റെ മകളുടെ ഭർത്തൃ വീട് പാലായിട്ടത്ത് റെയ്ഡ് നടത്തിയില്ലേ? കെ ബാബുവിന്റെ 2ാമത്തെ മകളുടെ ഭർത്തൃ വീട് തൊടുപുഴയിൽ റെയ്ഡ് നടത്തിയില്ലേ? ഒരു പ്രതി ഉണ്ടെങ്കിൽ, കള്ളത്തരം കാണിച്ച ഒരാളുണ്ടെങ്കിൽ, ആ കള്ളത്തരം ആരോപണമുണ്ടെങ്കിൽ അവര് രേഖകൾ ഒളിപ്പിച്ചു വെക്കാൻ കഴിയുന്ന സ്ഥലങ്ങളിൽ നടക്കും. അവര് താമസിച്ച പിണറായി വിജയന്റെ വീട്ടിലായി പോയി എന്നുള്ളൂ. പിണറായി വിജയൻ ഇന്നലെ അവിടെ ഇല്ല, അങ്ങ് ഡൽഹിയിലാണെങ്കിലും ആ റെയ്ഡ് അവിടെ നടക്കും. ഒരു കുറ്റവാളിയുടെ കയ്യിൽ നിന്ന് രേഖകൾ പിടിച്ചെടുക്കാൻ നടത്തും. അപ്പോഴും AKG സെന്റർ എന്തുകൊണ്ട് റെയ്ഡ് ചെയ്തില്ല? അതാണ് ചോദ്യം.